അമ്മയുടെ വീട്ടിലേക്കുള്ള വഴി. മനു മോഹനൻ. വീട് നിൽക്കുന്ന തുണ്ടിലെ ചീനിക്കൃഷിയിൽ നിന്ന് അമ്മുമ്മ പഴുത്ത ചീനിയില അടർത്തി ആടിന് തീറ്റ കൊടുക്കും. പച്ചച്ചീനിയില തണ്ടൊടിച്ച് കീറി ചീനിത്തണ്ടുമാലയും പച്ചോല കാലുതെറുത്ത് ഓലപ്പീപ്പിയും ചീനിക്കാ കൊണ്ട് പമ്പരവും എനിക്കും വലിയമ്മയുടെ മകൾ ബിന്ദുവിനും ഉണ്ടാക്കിത്തരും. അപ്പൂപ്പൻ്റെ മുറിവിലിടാൻ കിട്ടുന്ന പൊടിമരുന്നിൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ച് ചീറ്റിച്ചും ചീനിക്കമ്പിൻ്റെ പൊങ്ങിടിച്ച് തെറിപ്പിച്ചും ഞങ്ങളവിടെ ആകെ ഓടി നടക്കും. ഒരു മുന്ത വെള്ളത്തിൽ കൈയും കാലും മുഖവും കഴുകി കിഴക്കോട്ട് നോക്കി നിന്ന് കാലു പിണഞ്ഞ് അമ്മുമ്മ ഉദയസൂര്യനെ തൊഴുത് ഏതോ മന്ത്രം ജപിക്കും. താഴെ തുണ്ടിലൊരു കിണറുണ്ട്. പാള കൊണ്ടോ ഇരുമ്പു തൊട്ടി കൊണ്ടോ വെള്ളം കോരുന്ന കിണർ. പനി കഴിഞ്ഞ് കുളിയുടെ വേതുവെള്ള മണമായി കാട്ടുതുളസിയും ചുമരയും വളരുന്ന കിണറ്റിൻകര. വടക്ക് കിഴക്ക് മൂലയ്ക്കെവിടെയോ വെറ്റകൃഷിക്കാരെ പേടിച്ച് മൂടിക്കളഞ്ഞ കുളസ്ഥാനം. വയൽവരമ്പിലൂടെ കുടിച്ചു പൂസായി മുഷിഞ്ഞ കൈലിയും തോർത്ത് തലയെക്കെട്ടുമായി കുമരൻ എന്തൊക്കെയോ പുലമ്പി ആടി വരുന്നുണ്ട്. ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത നിരുപദ്രവകാരിയായ കുടിയനെ എന്തുകൊണ്ടോ ഭയമായിരുന്നു. പൂഴിക്കടകനടക്കമുള്ള അടവെല്ലാം പഠിച്ച ഐക്കാട്ടുകാരൻ മുരിങ്ങയ്ക്കാസ്വാമിയെ വരെ അടിപിടിയിൽ പരാജയപ്പെടുത്തിയ ബലിഷ്ഠയായ അമറാന്തിയും കനത്ത കൈകൾ കൊണ്ട് തലയിലൊരു കൊട്ടയും താങ്ങി വരമ്പിലൂടെ കടന്നുപോകും. അല്ലറച്ചില്ലറ ഗുസ്തി പിടിക്കുമ്പോൾ അമ്മയും കുഞ്ഞമ്മമാരും ഇവരുടെ വീരകഥ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കും. വീടിന് മുന്നിലെ പ്ലാവിൽ കൂടുകൂട്ടുന്ന മുണ്ടിയെ പിടിക്കാൻ കയറുമ്പോൾ പട്ടാളക്കാരൻ അമ്മാവൻ ചക്കയിടാൻ കയറി കൈ മുറിഞ്ഞ് ചോര കണ്ടു മയങ്ങിയ കഥ പറഞ്ഞ് അമ്മയും കുഞ്ഞമ്മയും ഭയപ്പെടുത്തും. എങ്കിലും കുഞ്ഞോൾ കുഞ്ഞമ്മ എനിക്ക് മുണ്ടിയെ പിടിച്ചു തന്നു. മിനുസമുള്ള വെള്ള തൂവലുള്ള മുണ്ടിക്കുഞ്ഞിനെ കൂട്ടിൽ തിരികെ വെച്ച് ഞങ്ങൾ മുണ്ടിയമ്മയുടെ സങ്കടം തീർക്കും. കൈലിയും തോർത്തുമുണ്ടുമുടുത്ത് എണ്ണ തേച്ച് ചീകി വട്ടം കെട്ടിയ മുടിയുള്ള വലിയ കമ്മലുള്ള കല്യാണിയമ്മ ഇടയ്ക്ക് വരും. മക്കളില്ലാ ദുഃഖം മറക്കാനായിട്ടാണ് കല്യാണിയമ്മയുടെ വരവെന്നും കുട്ടികളൊക്കെ കളിക്കുന്നതും സ്കൂളിൽ പോകുന്നതും കാണുന്നത് അവർക്കൊരു സങ്കട നിവൃത്തിയായിരുന്നുവെന്നും അമ്മ പറഞ്ഞു കേട്ടു. കല്യാണിയമ്മ കോഴിവൈദ്യയായിരുന്നു. മുട്ടയിടാത്ത കോഴികളുടെ വയറ്റിൽ വിരൽ കടത്തി ആകാശം നോക്കിയിരുന്ന് കന്നിക്കോഴി ഏതു മാസം മുട്ടയിടുമെന്ന് പ്രവചിക്കും. ഏനക്കേടുള്ള കോഴിയുടെ തൊള്ളയ്ക്ക് മഞ്ഞൾ അരച്ച് തിരുകി വെള്ളം കൊടുക്കും. കിളിറാഞ്ചനും പരുന്തും പിടിച്ച് ജീവൻ പോയ കോഴിക്കുഞ്ഞിനെ കിണ്ണത്തിൻ കീഴിലിട്ട് ചുള്ളിലുകൊണ്ട് കൊട്ടി പോയ ജീവനെ തിരിച്ചു വിളിക്കുന്ന മാന്ത്രികയുമായിരുന്നു അവർ. വീടിറങ്ങി കൈത്തോട്ട് വരമ്പിൽ വലത്തോട്ട് നടന്നാൽ ഒരു പെരുന്തോട്, അതിലും ഒരു തടിപ്പാലം. തോട്ടുകരയിൽ കൈതമറയത്ത് കുറച്ചലക്കുകാർ തുണി കഴുകി നിന്ന് കുശലം ചോദിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞ വരണ്ട പാടത്തിലൂടെ കച്ചിക്കുറ്റി ചവിട്ടി നടന്ന് തൂക്കം കാണാൻ പോയൊരു ബാല്യം. നടന്നു മടുക്കുമ്പോൾ വഴക്കായി അമ്മയുടെയും കുഞ്ഞമ്മയുടെയും കയ്യിൽ തൂങ്ങി വായുവിലാകും യാത്ര. ചെണ്ടകൊട്ട് കണ്ടു നിൽക്കാൻ സമ്മതിക്കാതെ പോകുമ്പോൾ അമ്മയുടെ കയ്യിൽ പിച്ചും സാരി വട്ടത്തിൽ കടിച്ചു കീറി വാശി തീർക്കും. എങ്കിലും അമ്മ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്ത ഓർമ്മയില്ല. സ്വന്തമായി അമ്മയ്ക്ക് സാരി വാങ്ങുമ്പോഴെല്ലാം കടിച്ചു കീറിയ പഴയ സാരികളെ കുറ്റബോധത്തോടെ ഞാൻ ഓർക്കും. ഏറ്റവും ഒടുവിൽ ഞാൻ വാങ്ങിയ സെറ്റ് സാരി ഉടുത്താണല്ലോ അമ്മ പോയത്.